വെൽക്കം സ്റ്റുഡൻസ്, വെൽക്കം ടു മെറിറ്റ് അക്കാഡമി. ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിഷേക്. നമ്മൾ ഇന്ന് ഫസ്റ്റ് ചാപ്റ്ററിലെ തേർഡ് പാർട്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻ്റ് ആയ കുറേ ഭാഗവും കഴിഞ്ഞു. ഇനി എൻഡിലേക്ക് വരുന്ന കുറച്ച് ടേംസും അതുപോലെ തന്നെ കുറച്ച് അപ്ലിക്കേഷൻ ലെവലുമാണ് നമ്മൾ കാണാൻ പോകുന്നത് സൗണ്ട് വേവ്സിന്റെ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിൽ പഠിക്കാനുള്ളതാണ് ഇത് റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്ന് പറയുന്നത്. സൗണ്ട് എന്ന് പറയുന്ന സാധനം റിഫ്ലക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും റിയൽ ലൈഫിലൊക്കെ. നിങ്ങൾ ഫോണിന്റെ ഒക്കെ സ്പീക്കറിന്റെ അടിയിൽ നിങ്ങളെ കൈ വെക്കുന്ന സമയത്ത് സൗണ്ട് കൂടി വരുന്നതായി നമ്മൾ കാണാറുണ്ട് അല്ലെ? അതെന്തുകൊണ്ടാണ്? നമ്മുടെ കൈ എന്തെങ്കിലും സൗണ്ട് ആംപ്ലിഫൈ ചെയ്യുന്നതുകൊണ്ടാണോ? അല്ല, നമ്മൾ ഈ സോഫ്റ്റ് ആയിട്ടുള്ള കൈയിന്റെ മേലെ ഈ പറയുന്ന ഫോൺ വെക്കുന്ന സമയത്ത് സൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? സൗണ്ട് കുറച്ചും കൂടി ആംപ്ലിഫൈ ആയി കേൾക്കാൻ പറ്റുന്നത്. അപ്പൊ സൗണ്ടിനും ലൈറ്റ് പോലെ തന്നെ എന്ത് പ്രോപ്പർട്ടി ഉണ്ട്? റിഫ്ലക്ഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി എക്സിസ്റ്റിംഗ് ആണ്. അപ്പൊ എല്ലാ സ്ഥലത്തും അത് റിഫ്ലക്റ്റ് ആവില്ല. അയക്ക് റിഫ്ലക്റ്റ് ആവണമെങ്കിൽ ലൈറ്റ് പോലെ തന്നെ എന്തും വേണം? ഒരു സ്മൂത്ത് സർഫസും അത്യാവശ്യമാണ്. അപ്പൊ ഒരു സ്മൂത്ത് സർഫസിൽ സൗണ്ടും ലൈറ്റ് പോലെ തന്നെ എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്യും. നമുക്ക് മനസ്സിലായി? ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയ ഒരു ടേം ആണ് പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്. നമ്മൾ എന്താ പറയാ, അടുത്ത ചാപ്റ്ററിലേക്ക് വരും പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ വരും. അതേപോലെ പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കും, നിങ്ങളുടെ ഫോൺ വഴി സ്പീക്കറിലൂടെ സൗണ്ട് നിങ്ങളുടെ ചെവിയിലേക്ക് എത്തുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങളെ തലച്ചോറിന് അറിയണ്ടേ ഞാനിതാണ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സാറ് ഇപ്പൊ ഫിസിക്സ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ തലച്ചോറ് എങ്ങനെയാ മനസ്സിലാക്കുന്നത്? അത് പ്രോസസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇത് പ്രോസസ് ചെയ്യണമെങ്കിൽ നിങ്ങളെ തലച്ചോറിനകത്ത് ഈ സൗണ്ടിന്റെ കാര്യങ്ങൾ എത്തണ്ടേ? ചെവി പറഞ്ഞു, അത് ഞാൻ കേട്ടു, ഇങ്ങനെയാട്ടോ കേട്ടതെന്ന് പറഞ്ഞ തലച്ചോറിൽ എത്തണ്ടേ? അപ്പൊ ചെവിയിനകത്ത് കുറച്ച് നേരമെങ്കിൽ ആര് നിൽക്കണം? ഈ പറയുന്ന സൗണ്ട് നിൽക്കണം. അങ്ങനെ സൗണ്ട് നമ്മളുടെ ചെവിക്കകത്ത് നിൽക്കുന്ന സമയമാണ് 1/10 ഓഫ് എ സെക്കൻഡ്. ഒരു സെക്കൻഡ് 1/10 ഭാഗമാണ് എന്ത്? നമ്മുടെ ചെവിയിൽ സൗണ്ട് നിൽക്കുക. അത്രയും സെക്കൻഡ്സ് ആണ് നമ്മുടെ ചെവിയിൽ എന്ത് ചെയ്യുക? സൗണ്ട് പെർസിസ്റ്റ് ചെയ്യുക. 1/10 ഓഫ് എ സെക്കൻഡ്. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറയുന്നത്. ചെവിക്കകത്ത് ഈ സൗണ്ട് എത്ര നേരം നിൽക്കുക? 1/10 ഓഫ് എ സെക്കൻഡ് ആണ്. പെർസിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാലുള്ള ഇംഗ്ലീഷിൽ അർത്ഥം തന്നെ എന്താണ്? അവിടെ നിൽക്കുക എന്നാണ്, തങ്ങി നിൽക്കുക. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് എക്കോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാലോ എക്കോ, നിങ്ങൾ ഭയങ്കര ഫെമിലിയർ അല്ലേ? നമ്മൾ പറയാറില്ലേ എക്കോ അടിക്കുന്നു, നമ്മളെ എക്കോ എക്കോ എന്ന് പറഞ്ഞിട്ട് നല്ല പരിചയം ഉണ്ടല്ലേ? നമ്മളിങ്ങനെ ഓളിട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ തന്നെ കുറെ എക്കോ ഉണ്ടാക്കി കളിക്കലുണ്ട്. അപ്പൊ ഈ എക്കോ എന്ന് പറയുന്നത് എന്താ നമുക്ക് സ്പെസിഫിക് ആയിട്ട് നോക്കാം. അത് ശരിക്കും എന്താണ്? അതിന്റെ ശരിക്കത്തെ സയൻസ് എന്താന്ന് നിങ്ങൾ ഈ എന്താ പറയാ ഇൻസ്റ്റാഗ്രാം റീൽസിലും അതുപോലെ തന്നെ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ? കുന്നും പുറത്തൊക്കെ കയറിയുന്ന ആൾക്കാർ ഓളിടുന്ന സമയത്ത് ആ സൗണ്ട് തിരിച്ചു വരുന്നത്. അതൊക്കെയാണ് എക്കോയുടെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ എക്കോ ഉണ്ടാവണമെങ്കിൽ സാധാ പോലെ ഉണ്ടാവുന്ന ഒരു സാധനമല്ല എക്കോ. എക്കോ ഉണ്ടാവണമെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എക്കോ ഉണ്ടാക്കുന്ന വസ്തു ശരിക്കും നമ്മൾ ആലോചിക്കണം. നിങ്ങൾ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ ആ സൗണ്ട് എവിടെയോ പോയി തട്ടി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതുകൊണ്ടാണ് എക്കോ ആയിട്ട് കേൾക്കുന്നത്. നിങ്ങളെ ഒച്ച തന്നെയാണ് നിങ്ങൾ തിരിച്ചു കേൾക്കുക അല്ലേ? അല്ലാണ്ട് അങ്ങോട്ട് ഓളിട്ടോ നിങ്ങൾ തിരിച്ചു ഓളിടുന്ന അപ്പുറത്തെ വീട്ടിലെ ആളല്ലല്ലോ. അപ്പൊ നമ്മൾ അങ്ങോട്ട് ഒച്ചിടുമ്പോൾ നിങ്ങളുടെ സൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ കുന്നും ചെരുവിലും ഈ മലയുടെ മുകളിലൊക്കെ നിങ്ങളുടെ ഒച്ച ആ കുന്നിന്റെ മുകളിൽ തട്ടി തെറിച്ചു വരുന്നതാണ്. അപ്പൊ എക്കോ എന്താ ശരിക്കും പറഞ്ഞാല് ഒരു റിഫ്ലക്ഷൻ ആണ്. ആരുടെ റിഫ്ലക്ഷൻ? സൗണ്ടിന്റെ റിഫ്ലക്ഷൻ ആണ്. ഇത് നടക്കണമെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അതാണ് ഡിസ്റ്റൻസ്. ആര് തമ്മിലുള്ള ഡിസ്റ്റൻസ്? നീ സൗണ്ട് ഉണ്ടാക്കുന്ന സോഴ്സും അതുപോലെ തന്നെ ആ തട്ടി തെറിക്കാനുള്ള സർഫസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഈ പറയുന്ന എക്കോ ഉണ്ടാക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം. ആ ഡിസ്റ്റൻസ് എപ്പോഴും ഒരു ലിമിറ്റിൽ കൂടുതലായിരിക്കണം, അല്ലാത്ത പക്ഷം കിട്ടൂല. ആ ലിമിറ്റ് എത്രയാണെന്നാണ് ഇവിടെ പറയുന്നത്. എത്രയാണ്? 17.5 മീറ്റർ ആയിരിക്കണം എന്ത്? ഒരു മിനിമം എക്കോ ഉണ്ടാക്കാൻ വേണ്ടി സോഴ്സും അതുപോലെ തന്നെ തട്ടി റിഫ്ലക്ട് ചെയ്യാനുള്ള സർഫസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ നമുക്ക് എക്കോന്റെ ഡെഫിനിഷൻ നോക്കിയേ. എ ഡിസ്റ്റിങ്ക്ട് റിഫ്ലക്റ്റീവ് സൗണ്ട്. നമുക്ക് ആ സൗണ്ട് ഡിസ്റ്റിങ്ക്ട് ആയിട്ട് കേൾക്കാം. എന്ന് വെച്ചാൽ എന്താ? അത് വേർതിരിച്ച് തന്നെ കേൾക്കാൻ പറ്റും. സൗണ്ട് ഹിയർഡ് ആഫ്റ്റർ എ ഡിലേ. ഒരു കുറച്ച് സമയം, ഒരു ചെറിയ ടൈം ഗ്യാപ്പിന് ശേഷം. നിങ്ങൾ ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞിട്ടല്ലേ എക്കോ അടിക്കാറുള്ളത്. അപ്പൊ ഒരു ചെറിയ ടൈം ഗ്യാപ്പിന് ശേഷം ഉണ്ടാവുന്ന എന്താണ്? സൗണ്ട് ആണ് ആര് പറയുന്നത്? എക്കോ എന്ന് പറയുന്നത്. റിക്വയർസ് എ മിനിമം ഡിസ്റ്റൻസ് ഓഫ് 17.5 മീറ്റേഴ്സ് ഫ്രം ദ റിഫ്ലക്റ്റിംഗ് സർഫസ്. ഇതാണ് എക്കോയുടെ എന്ത്? മിനിമം ഉള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. എക്കോ ഉണ്ടാവണമെങ്കിൽ, എക്കോ നമുക്ക് കേൾക്കണമെങ്കിൽ അതിന് വേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. അതിനിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് റിഫ്ലക്ഷൻ ഓഫ് സൗണ്ടും. അതിലെ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയ സാധനമാണ് ആര്? എക്കോ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? എക്കോന്റെ കൂടെ നിങ്ങളും പഠിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടന്റ് ഒരു ആളാണ് ആര്? പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്. അതും ആ പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗിന് വേണ്ട ടൈമും. ഇത് രണ്ടും നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു തന്നെ മുന്നോട്ട് പോവുക. ക്ലിയർ? നെക്സ്റ്റ്,
ഇനി നമുക്ക് നോക്കാനാണ് റിവർബറേഷൻ. ഈ റിവർബറേഷൻ എന്ന് പറഞ്ഞാൽ അത് വേറൊരു രസകരമായ ഒരു സംഭവമാണ്. ഇപ്പൊ നിങ്ങൾ ഒരു ഹോളിനകത്ത് നല്ലൊരു സ്മൂത്ത് ആയിട്ട് എന്താ പറയാ വാളൊക്കെ തേച്ച് വെച്ചാൽ ഒരു ഹോളിനകത്ത് കൊണ്ടുപോയിട്ട് നിങ്ങൾ കലബില ഒച്ചയും വളമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ ഹോള് മൊത്തം ഒരു എന്താ പറയാ ഫുൾ സൗണ്ടായിട്ട് നമുക്കൊക്കെ ദേഷ്യം പിടിക്കാൻ തുടങ്ങി. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, നിങ്ങളുടെ ഒച്ച ആ ഹോളിന്റെ അകത്ത് തന്നെ തട്ടിത്തെറിച്ച് മൊത്തമായിട്ട് ഒരു വലിയൊരു അലമ്പൊച്ചയാവുക. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ബൂം സൗണ്ട് ക്രിയേറ്റ് ചെയ്യാന്നാണ് നമ്മൾ ടെക്സ്റ്റ് പറയുന്നത്. ബൂം സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ എന്താ പറയാ ഹെവി ആയിട്ടുള്ള ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക. എന്തുകൊണ്ട്? നിങ്ങളുടെയൊക്കെ ഒച്ച, നിങ്ങളൊക്കെ എല്ലാവരും ആ റൂമിൽ കിടന്ന് ഒച്ച ഉണ്ടാക്കുമ്പോൾ ആ ഒച്ച ആ സർഫസിലൊക്കെ തട്ടിത്തെറിച്ച് എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് ഒരു അലമ്പ് സൗണ്ട് ആയിട്ട് പുറത്തോട്ട് വരിക. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? റിവർബറേഷൻ എന്ന് പറയുന്നത്. അത് ഉണ്ടാക്കാൻ കാരണക്കാരൻ ആരാണ്? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നിങ്ങളോട് ഒരു ഒച്ച ഇട്ടു, ഞാൻ നിങ്ങളെ മുഖത്ത് നോക്കിയിട്ട് അല്ലെങ്കിൽ ചുമര് നോക്കിയിട്ട് നല്ലൊരു ഒച്ച ഇട്ടു. ആ സൗണ്ട് ചുമരിൽ തട്ടി വേറെ എവിടേക്കോ തട്ടി ഇങ്ങനെ പോകുന്നുണ്ട്, റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. ഈ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ കാരണം സൗണ്ടുകളെല്ലാം കൂടി കൂട്ടിക്കുഴച്ച് ഒരു ബൂം സൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഈ പറയുന്ന റിവർബറേഷൻ. എന്ന് വെച്ചാൽ സൗണ്ടുകളൊക്കെ അതിൻ്റെ അകത്ത് അലഞ്ഞ് തിരിഞ്ഞ് ഇങ്ങനെ ഫസ്റ്റ് ഒരാൾ സൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ ആ സൗണ്ട് അവിടെ തട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്നു, പിന്നെ വേറൊരുത്തൻ ഒച്ചിട്ടു അത് തട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്നു, പിന്നെ വേറൊരുത്തൻ ഒച്ചിട്ടു അതും തട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും കൂടി ഒച്ചിട്ട് തട്ടിത്തെറിച്ച് ഒരു വലിയ ഒച്ചയായി. ഓക്കെ ആണല്ലോ? അതാണ് ലിങ്കറിങ് ഓഫ് സൗണ്ട് ആണ്. ലിങ്കറിങ് എന്ന് പറഞ്ഞാൽ എന്താ? അലഞ്ഞ് തിരിഞ്ഞ് നടക്കുക. അത് നേരത്തെ പറയാം. നമ്മൾ എവിടേക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട റിവർബറേഷൻ? കോൺസേർട്ട് ഹാൾസ് എന്താ? നമ്മൾ ഈ അങ്ങനെ പാട്ട് കച്ചേരിയൊക്കെ നടത്തുന്ന സ്ഥലമല്ലേ, പാട്ട് ഡാൻസ് ഒക്കെ നടത്തുന്ന സ്ഥലം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അവിടെ സ്പീക്കറിൽ നല്ലൊരു പാട്ട് ഇട്ടു, എന്നിട്ട് ആ പാട്ട് അവിടെ കിടന്നിങ്ങനെ ലിങ്കർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ തട്ടി ഇവിടെ തട്ടി, അവസാനം പാട്ടൊന്നും ഉണ്ടാവില്ല. ഫുള്ള് നമുക്ക് എന്തേ കേൾക്കുള്ളൂ? വെറും ബൂം 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 എന്ന് പറഞ്ഞ സൗണ്ട് മാത്രമേ കേൾക്കുള്ളൂ. നമുക്ക് വേറെ ഒന്നും കേൾക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ കോൺസേർട്ട് ഹാൾസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? ഈ പറഞ്ഞ റിഫ്ലക്ഷൻ ഒന്നും പറ്റൂല, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ പാടുകയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു കോൺസേർട്ട് ഹാൾ വേണം നമുക്ക് ഉണ്ടാക്കാൻ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ തിയേറ്ററിലൊക്കെ പോകുന്ന സമയത്ത് തിയേറ്ററിന്റെ വാൾസ് ഒക്കെ പോയി തൊട്ട് നോക്കി നിങ്ങൾക്ക് കാണാം, അത് പൊതുവെ ഒരു സ്പോഞ്ച് പോലെയോ അല്ലെങ്കിൽ റഫായിട്ടൊക്കെ ഉണ്ടാവുക. അതെന്തുകൊണ്ടായിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഈ സ്പോഞ്ച് പോലെയുള്ള സർഫസ് ആണെങ്കിൽ സൗണ്ടിനെ അബ്സോർബ് ചെയ്യും. ഞാൻ പറഞ്ഞു സൗണ്ട് റിഫ്ലക്ട് ചെയ്യണമെങ്കിൽ എന്ത് അത്യാവശ്യമാണ്? എപ്പോഴും സ്മൂത്ത് സർഫസ് അത്യാവശ്യമാണ്. പക്ഷേ നമ്മൾ ഈ പറയുന്ന കോൺസേർട്ട് ഹാളിലും തിയേറ്ററിലൊക്കെ സൗണ്ട് റിഫ്ലക്ഷൻ ആവശ്യമുണ്ടോ? നമുക്ക് ആ സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കണ്ടേ? നിങ്ങൾ ആലോചിക്കുക, സിനിമയിൽ നല്ല പാട്ട് വരുന്ന സമയത്ത് ആ പാട്ടെല്ലാം കൂടി വെറും എന്തിനാ പറയുക ട്യൂണും എല്ലാം കൂടി മിക്സ് ആയ ഒരു സുഖം ഇല്ലാത്തൊരു സൗണ്ട് ആണെങ്കിൽ പിന്നെ നമുക്ക് സിനിമ കാണാൻ പറ്റുമായിരിക്കും? ഇല്ല. നമുക്ക് ഓരോ വരികളും നമ്മളുടെ ഹീറോന്റെ ഒക്കെ ഡയലോഗ് നല്ല ക്ലിയർ ആയിട്ട് കേൾക്കണമെങ്കിൽ ആ ഓരോ ഡയലോഗ് കഴിഞ്ഞാലും ആ സൗണ്ട് എന്താവണം? ആ ഡയലോഗിന്റെ സൗണ്ട് അവിടെ തീരണം. അല്ലാണ്ട് അത് ആ തിയേറ്റർ കിടന്ന് തിരിഞ്ഞളിച്ചാൽ ബുദ്ധിമുട്ടാവും. അപ്പൊ അത് തീരാൻ വേണ്ടി അവരെന്ത് ചെയ്യും? സൗണ്ട് പ്രൂഫിങ് ചെയ്യും. അതിനു വേണ്ടി ചുമരുകളെല്ലാം എന്ത് ചെയ്യും? ഈ പറയുന്ന സൗണ്ട് പ്രൂഫിങ് കഴിഞ്ഞ സാധനങ്ങൾ കൊണ്ട് മറയ്ക്കും. അതിൽ പെട്ട സാധനങ്ങളാണ് ഈ പറയുന്ന ഒരു എന്താ പറയുക സോഫ്റ്റ് ആയിട്ടുള്ള തെർമോക്കോൾ പോലത്തെ മെറ്റീരിയൽസ്. അതേപോലെ എന്താ പറയുക, ചില സമയത്ത് നിങ്ങളൊക്കെ സ്കൂളുകളിലൊക്കെ ഓഡിറ്റോറിയത്തെ ശ്രദ്ധിച്ചാൽ മതി, ചിലപ്പോൾ വാളുകളൊക്കെ എന്തായിരിക്കും? ഭയങ്കര റഫായിട്ടുള്ള വാളുകളായിരിക്കും. ഇത് എന്തിനു വേണ്ടിയിട്ടാ? റിഫ്ലക്ഷൻ തടയാൻ വേണ്ടിയിട്ടാ. അപ്പൊ ഈ റിഫ്ലക്ഷൻ തടഞ്ഞാലേ എന്ത് ഇല്ലാണ്ടാവുള്ളൂ? റിവർബറേഷൻ ഇല്ലാണ്ടാവുള്ളൂ. അപ്പോൾ ഒരു കോൺസെർട്ട് ഹാൾ ഉണ്ടാക്കുന്ന ഒരാൾ എന്ത് ശ്രദ്ധിക്കണം? ഒരു കാരണവശാലും റിവർബറേഷൻ ഉണ്ടാവരുത്, അല്ലെങ്കിൽ ആ കോൺസെർട്ട് ഹാൾ പിന്നെ ഒന്നിനും കൊള്ളാതെ പോകും. നെക്സ്റ്റ് അതാണ് സ്റ്റെതസ്കോപ്പ്. നമ്മൾ ഈ സ്റ്റെതസ്കോപ്പ് കണ്ടിട്ടില്ലേ? ഡോക്ടർമാർക്ക് നെഞ്ഞത്ത് വെച്ചിട്ട് ഹാർട്ട് ബീറ്റ് കാണുന്നത് അല്ലേ? ഹാർട്ട് ബീറ്റ് കാണല്ലേ, കേൾക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഹാർട്ട് ബീറ്റ് കേൾക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ചെസ്റ്റിൽ വെക്കുന്ന സമയത്ത് ഒരു കുഴലുണ്ടല്ലോ, ഇങ്ങനെ പോകുന്നത്, അയാൾ ചെവി വരെ കുഴൽ പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഹാർട്ട് ബീറ്റ് ഈ കാണുന്ന എന്താ പറയാ സ്റ്റെതസ്കോപ്പിന്റെ ഡയഫ്രം പിടിച്ചെടുത്ത് ആ ഡയഫ്രം ആ ബീറ്റ് നിങ്ങൾ ചെവി വരെ എത്തിക്കണം. അതെങ്ങനെയാ എത്തിക്കുന്നത്? ഈ പറയുന്ന കുഴലിനകത്ത് തട്ടിത്തെറിച്ച് ആണ് നിങ്ങളുടെ എവിടേക്ക് എത്തുന്നത്? ചെവികളിലേക്ക് എത്തുന്നത്. പിന്നെ അടുത്താണ് മെഗാഫോൺ. നിങ്ങൾ സി ഡി മ്യൂസിയം കണ്ടില്ലേ? പീതാംബര സാറെ ബോംബ് വെച്ചിട്ടുണ്ട് പറഞ്ഞാൽ അലർന്ന് കണ്ടിട്ടില്ലേ? ഒരു എന്താ പറയാ കോളാമ്പി പോലത്തെ സാധനം വെച്ചിട്ട്. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? മെഗാഫോൺ. അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അയാൾ അതിലേക്ക് ഒരു തരത്തിലുള്ള എന്ത് കൊടുക്കുന്നില്ല? കറണ്ടൊന്നും കൊടുക്കുന്നില്ല, പക്ഷെ നല്ല ഒച്ച പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലേ? ആ സാധനം എന്തിൽ വർക്ക് ചെയ്യുന്നതാണ്? ഈ പറയുന്ന മൾട്ടിപ്പിൾ റിഫ്ലക്ഷന്റെ ഒരു അപ്ലിക്കേഷൻ ആണ്. ക്ലിയർ ആണോ? അതേപോലെ സ്റ്റെതസ്കോപ്പ് എന്തിന്റെ എക്സാമ്പിൾ ആണ്? മൾട്ടിപ്പിൾ റിഫ്ലക്ഷന്റെ എക്സാമ്പിൾ ആണ്. മെഗാഫോൺ മൾട്ടിപ്പിൾ റിഫ്ലക്ഷന്റെ എക്സാമ്പിൾ ആണ്. പിന്നെ കോൺസെർട്ട് ഹാളിൽ നമ്മൾ എന്താ നോക്കുന്നത്? റിവർബറേഷൻ കുറയ്ക്കാനാണ് നോക്കുന്നത്, കൂട്ടാനല്ല, കുറയ്ക്കാൻ. റിവർബറേഷൻ ആർക്കും ആവശ്യമില്ല, ഒരു അനാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ്. നമുക്ക് അതിനെക്കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമില്ല, ഉപദ്രവം മാത്രമേ ഉള്ളൂ. നമുക്ക് പിന്നെ ആവശ്യമുള്ള മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആണ്. അതേപോലെയാണ്
നിങ്ങളുടെയൊക്കെ ചില എന്താ പറയാ സ്കൂളിലൊക്കെ ഫ്രണ്ടിലൊക്കെ വാളല്ല നമ്മളുടെ ഓഡിറ്റോറിയത്തിന്റെ ഒക്കെ റൂഫുകൾ അല്ലെങ്കിൽ ഓപ്പൺ സ്റ്റേജിന്റെ ഒക്കെ റൂഫുകൾ ശ്രദ്ധിച്ചാൽ മതി, ഇങ്ങനെ ആർച്ച് ഷേപ്പിലാണ് ഉണ്ടാവുക. ആർച്ച് ഷേപ്പിൽ എന്തിനാ ആലോചിച്ചിട്ടുണ്ടോ? ഭംഗിക്കാണോ അല്ലെങ്കിൽ വെള്ളം നല്ലതുപോലെ ഒഴുകി വീഴാനാണോ? അങ്ങനെയാണോ നിങ്ങൾ വിചാരിച്ചിരുന്നത്? അല്ല, ഇതിലും ഒരു സയൻസ് ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഇതേപോലെ ഇതൊരു സ്റ്റേജാന്ന് വിചാരിക്കാം. ഈ സ്റ്റേജിൽ നിന്ന് ഇതിപ്പോ ഞാനാന്ന് വിചാരിച്ചോ, ഞാൻ മൈക്ക് ഇങ്ങനെ അലറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ സൗണ്ട് ആ എന്താ പറയാ സ്റ്റേജ് മൊത്തം നല്ല രീതിയിൽ കേൾക്കണം, നിങ്ങളെ ഓഡിയൻസിന് മൊത്തം ക്ലിയർ ആയിട്ട് കേൾക്കണം എന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന ഒച്ച എന്ത് സംഭവിക്കും? നേരെ ഇതേപോലെയുള്ള നമ്മളെ റൂഫുകളിലൊക്കെ തട്ടി റിഫ്ലക്ട് ചെയ്ത് താഴെയുള്ള ഓരോ വ്യക്തികളുടെയും ചെവികളിലേക്ക് എത്തിക്കും. മനസ്സിലായി ഇപ്പൊ അതിന്റെ ടെക്നോളജി എന്താണ്? അല്ലാണ്ട് വെറുതെ വെള്ളം ഒഴുകാൻ വേണ്ടിയിട്ടല്ല അവർ ആർട്ട് ഷേപ്പിൽ ഉണ്ടാക്കിയത്. അതിൽ എന്തുണ്ട്? ഒരു സയൻസ് ഉണ്ട്. ക്ലിയർ ആണോ? അപ്പം അതാണ് എന്ത് നമ്മളെ റിവർബറേഷനും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷനും. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ പറഞ്ഞാൽ എന്താണ്? സൗണ്ട് തട്ടിത്തെറിച്ച് പോവുക. റിവർബറേഷൻ എന്താണ്? തട്ടിത്തെറിച്ച് എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് ഒരു ബൂം സൗണ്ട് ഉണ്ടാക്കുക. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ആണ് ലിമിറ്റ്സ് ഓഫ് ഓഡിബിലിറ്റി. ഇത് നല്ലൊരു ചോദ്യമാണ്. നമ്മളെ മനുഷ്യന്മാർക്ക് എല്ലാ സൗണ്ടും കേൾക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ എന്താ പറയാ ചില സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടാവും. നമുക്ക് ചില നമ്മൾ പറയില്ലേ പട്ടികൾക്കൊക്കെ ഒരു പ്രത്യേക രീതിയിലുള്ള സൗണ്ട് വരെ കേൾക്കാം. അതുപോലെ തന്നെ ഈ മിണ്ടാപ്രാണികൾക്കൊക്കെ ഈ സുനാമി വരുന്നതൊക്കെ മുൻകൂട്ടി അറിയാൻ പറ്റുന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അതിന്റെ റീസൺ നമ്മൾ ഇനി അറിയാൻ പോകുന്നത്. മനുഷ്യന്മാർക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നതിൽ ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിൽ കൂടുതൽ മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റൂല. ഒരു മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന ലിമിറ്റ് ആണ് എത്ര? 20 ഹേർട്സ് ടു 20 കിലോ ഹേർട്സ്, അല്ലെങ്കിൽ 20 ഹേർട്സ് ടു 20,000 ഹേർട്സ്. ഇതാണ് മനുഷ്യന്റെ കേൾവി ശക്തിയുടെ ലിമിറ്റ്. മനുഷ്യന് 20 ഹേർട്സ് തൊട്ട് 20,000 ഹേർട്സ് വരെയുള്ള സൗണ്ടുകൾ ക്ലിയർ ആയിട്ട് കേൾക്കാം. അതിന് താഴെയുള്ളതോ അതിന് മുകളിലുള്ളതോ സൗണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല? ഈ പറഞ്ഞ മനുഷ്യന് കേൾക്കാൻ പറ്റൂല. പക്ഷേ ഈ പറയുന്ന മിണ്ടാപ്രാണികളൊക്കെ ഇല്ലേ, അവർക്കൊക്കെ ഇത് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. അതുകൊണ്ടാണ് ചില മിണ്ടാപ്രാണികൾ ഈ പറയുന്ന സുനാമി വരുമ്പോഴും ഭൂമികൾക്ക് വരുമ്പോഴൊക്കെ അവർ റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ. അതേപോലെ ഡാൾട്ടൺ വിസിൽ എന്ന് പറഞ്ഞ സാധനം കേട്ടിട്ടുണ്ടോ? ഈ പട്ടികളെയൊക്കെ നമ്മൾ എന്താ പറയുക ട്രെയിൻ ചെയ്യുന്നവരൊക്കെ ഒരു വിസിൽ യൂസ് ചെയ്യാറുണ്ട്. അത് കേൾക്കുമ്പോൾ ഇതേപോലെ പട്ടികൾക്ക് കുറച്ച് അത് പട്ടികൾക്ക് കേൾക്കാനും പറ്റുള്ളൂ. ചില പട്ടികൾക്ക് അതുകൊണ്ട് ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാവാറുണ്ട്. നിങ്ങൾ ഏതെന്ന് പറയാ നമ്മളെ പല സിനിമകളിലൊക്കെ ഉണ്ടാവും ഇതേപോലെ ഈ ടൈപ്പ് മെഷീൻസും അതുപോലെ തന്നെ ഡാൾട്ടൺ വിസിൽസ് ഒക്കെ യൂസ് ചെയ്യുന്ന കുറെ സിനിമകളുണ്ട് അല്ലേ? അപ്പോൾ അതാണ് നമ്മളെ മനുഷ്യന്റെ ലിമിറ്റ്. അടുത്തതാണ് ഇൻഫ്രാസോണിക് സൗണ്ട്. ഇൻഫ്രാസോണിക് എന്ന് പറഞ്ഞാൽ നമ്മളെ മനുഷ്യന്റെ ലിമിറ്റിന്റെ താഴെ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളെ സ്റ്റാർട്ടിങ് എവിടെയാ? 20 ഹേർട്സിലാ. അതിന് താഴെയുള്ള സൗണ്ടുകളെ വിളിക്കുന്ന പേരാണെന്ത്? ഇൻഫ്രാസോണിക് സൗണ്ട്. 20 ഹേർട്സിന് താഴെയുള്ള സൗണ്ടുകളെ വിളിക്കുന്ന പേരാണെന്ത്? ഇൻഫ്രാസോണിക് സൗണ്ട്. 20 ഹേർട്സിന് താഴെ, 20,000 ഹേർട്സിന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പേര് മാറും, അൾട്രാസോണിക് ആവും. 20 ഹേർട്സിന് താഴെ ആരാണ്? ഇൻഫ്രാസോണിക്. 20,000 ഹേർട്സിന്റെ മേലെ ആരാണ്? അൾട്രാസോണിക്. 20 കിലോ ഹേർട്സ് എഴുതിയാലും വളരെ കറക്റ്റ് ആണ്. രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ അൾട്രാസോണിക് എന്താണ്? എബവ് 20 കിലോ ഹേർട്സ്. ഇൻഫ്രാസോണിക് എന്താണ്? ബിലോ 20 ഹേർട്സ്. സോറി, എബവ് 20 കിലോ ഹേർട്സ്. മാറിപ്പോയത് കെ ഉണ്ടേ. ഈ കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കെ മാറി കഴിഞ്ഞാൽ ഉത്തരം തന്നെ മാറിപ്പോയി. അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പൊ നമുക്ക് നോക്കാം, ഓരോ ആൾക്കാർക്ക് ഓരോ പ്രത്യേകതകളുണ്ട് അല്ലെ? മനുഷ്യന്റെ റേഞ്ച് ഇതാണ്. എത്ര? 20 ഹേർട്സ് ടു 20 കിലോ ഹേർട്സ്. ചില ജീവികളുണ്ട്, നമ്മളെ ഈ വവ്വാല് പോലത്തെ ഉള്ള ജീവികളില്ലേ, അവര് പ്രൊഡ്യൂസ് ചെയ്യും അൾട്രാസോണിക് വേവ്സ് ഒക്കെ. എന്ന് വെച്ചാൽ 20,000 ഹേർട്സിന് മുകളിൽ സൗണ്ട്, 20 കിലോ ഹേർട്സിന് മുകളിൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? ഈ പറയുന്ന വവ്വാലുകളൊക്കെ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, വവ്വാലുകൾ രാത്രി ആണ് പുറത്തിറങ്ങാറുള്ളത് അല്ലെ? രാത്രി വെളിച്ചൊന്നുമില്ല, പക്ഷെ അവർ കൃത്യമായിട്ട് നോക്കി നടന്ന് അവർക്ക് വേണ്ട ഫുഡുകളൊക്കെ കണ്ടുപിടിക്കാറുണ്ട്. ഏതെങ്കിലും വവ്വാല് മരത്തിന് മേലെ ഇടിച്ച് താഴെ വീണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ഏതെങ്കിലും വീടിന് മേലെ ഇടിച്ച് വീണ് നിങ്ങൾ വവ്വാല് വീണ് കേട്ടിട്ടുണ്ടോ? ഷോക്ക് അടിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഇങ്ങനെയൊന്നും കണ്ടിട്ടുണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഈ വവ്വാല് പറക്കുന്ന സമയത്ത്, ബാറ്റ് പറക്കുന്ന സമയത്ത് അതിന്റെ വായിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അൾട്രാസോണിക് സൗണ്ട്. ഈ അൾട്രാസോണിക് സൗണ്ട് വെച്ചിട്ടാണ് ഈ പറയുന്ന വവ്വാൽ എന്ത് ചെയ്യുന്നത്? അതിന്റെ വഴി നിശ്ചയിക്കുന്നത്. അപ്പൊ നമ്മൾ ആയിരിക്കും വെറുതെ സൗണ്ട് ഇട്ടാൽ എങ്ങനെയാ വഴി മനസ്സിലാവുന്നത്? അപ്പൊ ഇയാൾ ഇങ്ങനെ സൗണ്ട് ഇടും, അൾട്രാസോണിക് സൗണ്ട് ഇങ്ങനെ പുറത്തോട്ട് വിടും. ആ അൾട്രാസോണിക് സൗണ്ട് ഓരോ ഒബ്ജക്റ്റിന്റെ മുകളിലും തട്ടി റിഫ്ലക്റ്റ് ആയി വരുന്നത് ഈ വവ്വാൽ അനലൈസ് ചെയ്യും. കണ്ടോ എന്തൊരു ഹൈടെക് ജീവിയാ അല്ലെ?
ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആ സൗണ്ട് തട്ടുന്നു, റിഫ്ലക്ട് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. അങ്ങനെയാണ് വവ്വാൽ രാത്രി എന്ത് ചെയ്യുക, ഈ പറയുന്ന വേട്ടയ്ക്ക് ഇറങ്ങുക, അല്ലെങ്കിൽ അതിനെ ഫുഡ് കണ്ടുപിടിക്കാൻ ഇറങ്ങുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഈ ചില ജീവികൾ, നമ്മൾ പറയാറില്ലേ, ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ഈ മിണ്ടാപ്രാണികൾക്കൊക്കെ ഈ പറയുന്ന എർത്ത് ക്വേക്സും അതുപോലെ തന്നെ സുനാമിയൊക്കെ മുൻകൂട്ടി അറിയാൻ പറ്റും. കാരണം എന്താ, ഈ എർത്ത് ക്വേക്സും സുനാമീസും ഒക്കെ ഒരു ചെറിയ രീതിയിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്, കാരണം ഇത് ഉണ്ടാവുന്നത് ഒരു വേവ് വഴിയാണ്. ആ ഒരു ചെറിയ തോതിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, നമ്മുടെ ഈ പറയുന്ന ഒരു വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ വേവ്സ് ആർക്കേ കേൾക്കാൻ പറ്റുള്ളൂ, ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ ആയതുകൊണ്ട് ആർക്കേ കേൾക്കാൻ പറ്റുന്നുള്ളൂ, ഈ പറഞ്ഞ ചില മൃണ്ടാപ്രാണികൾക്ക് മാത്രമേ കേൾക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ അതിൽ എക്സാമ്പിൾസ് ആണ് ഈ ആനയൊക്കെ, അതിന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ ആണല്ലോ. പിന്നെ ആരാ, ബാറ്റ്സ് ആൻഡ് ഡോൾഫിൻസ് യൂസ് അൾട്രാസോണിക്. നമ്മള് ഈ പറയുന്ന ഡോൾഫിൻസ് എന്ത് ചെയ്യാറുണ്ട്, വെള്ളത്തിനടിയിലൂടെ ഒക്കെ സഞ്ചരിക്കുന്ന സമയത്ത് ഇതേപോലെ അൾട്രാസോണിക് സൗണ്ട് യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അപ്ലിക്കേഷൻ ഓഫ് അൾട്രാസോണിക്. യെസ്, അപ്ലിക്കേഷൻ, അൾട്രാസോണിക്കിന്റെ അപ്ലിക്കേഷൻ നമുക്ക് വേണ്ടേ. അതിൽ ഫസ്റ്റ് വൺ ആണ് മെഡിക്കൽ അപ്ലിക്കേഷൻസ്. ഏതൊക്കെയാണ്? ഇമേജിങ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മളെ ഈ എന്താ പറയാ, ഈ ടൈപ്പ് സാധനം നിങ്ങൾ കണ്ടിട്ടില്ലേ ഹോസ്പിറ്റലുകളിലൊക്കെ, ഡോക്ടർമാർ ഒരു ജെല്ല് പോലത്തെ സാധനമൊക്കെ തേച്ച് ഒരു മറ്റേ കൺട്രോളർ പോലെ സാധനം വെച്ച് ഉരുട്ടി ഉരുട്ടി കളിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന് ചിത്രം കാണും, നമ്മൾ ഇന്റേണൽ ഓർഗൻസ് ചിത്രം കാണും. ഇതെന്താണ്? ഇത് അൾട്രാസോണിക് സൗണ്ട് ആണ്. നിങ്ങളെ വയറ്റിന്റെ അകത്തേക്ക് അൾട്രാസോണിക് അടിച്ചു വിടുക, എന്നിട്ട് അത് ഉള്ളിൽ തട്ടി പുറത്തോട്ട് കിട്ടുന്ന ആ ഒരു വേവ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. അപ്പൊ മെഡിക്കൽ യൂസ്. പിന്നെയോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ബ്രേക്ക് സ്റ്റോൺസ്, കിഡ്നി സ്റ്റോൺസ് ആണ്. നമ്മളെ കിഡ്നി സ്റ്റോൺസ് പൊട്ടിക്കാൻ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ഈ പറയുന്ന അൾട്രാസോണിക് സൗണ്ട്സ് യൂസ് ചെയ്യാറുണ്ട്. എങ്ങനെ വെച്ചാൽ വലിയ കിഡ്നി സ്റ്റോൺസ് ഒന്നല്ല കേട്ടോ, കുഞ്ഞു കുഞ്ഞു കിഡ്നി സ്റ്റോൺസ് പൊടിച്ച് കളയാൻ വേണ്ടി ആരെ യൂസ് ചെയ്യാം? അൾട്രാസോണിക് വേവ്സിനെ യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ അതിനുള്ളിലോട്ട് കടത്തി വിട്ട് അതിനെങ്ങനെ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ച് പൊട്ടിച്ചെടുക്കാം. അല്ലാണ്ട് വലിയ കല്ലുകളൊന്നും പറ്റൂല കേട്ടോ. അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ പോരെ. അപ്പൊ ചിലവർ പറയില്ലേ, ഞാൻ എന്തിനാ കഷ്ടപ്പെട്ട് ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്തെടുത്ത് നമുക്ക് അൾട്രാസോണിക് കിട്ടാവരെന്ന് ആലോചിക്കും. പക്ഷേ അൾട്രാസോണിക്കിന് ഒരു പരിമിതി ഉണ്ട്, ചെറിയ ചെറിയ സ്റ്റോൺസിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പൊടിക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ആണ് നാവിഗേഷൻ. നമ്മളെ ഈ വവ്വാല് തന്റെ വഴി നാവിഗേറ്റ് ചെയ്ത് പോകുന്നില്ലേ, അതേപോലെ ആ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ഇപ്പൊ മനുഷ്യന്മാർ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളെ ഷിപ്പുകളും അതുപോലെ തന്നെ കുറെ എന്താ പറയുക എക്യുപ്മെന്റ്സ്, നമ്മളിപ്പോൾ ജെറ്റുകൾ, അങ്ങനത്തെ കുറെ ആൾക്കാർ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? അൾട്രാസോണിക് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇപ്പൊ ഒരാള് കടലിൽ മുങ്ങി എന്ന് വിചാരിക്കുക. അപ്പൊ കടലിൽ മുങ്ങിയ ഒരാൾ, നിങ്ങൾക്ക് അറിയാം കടൽ എന്ന് പറയുന്നത് ഭയങ്കര വലിയ സംഭവമാണ് അല്ലെ. അതിനകത്തുനിന്ന് എവിടെ പോയിട്ടാണ് നമ്മൾ ഇയാളെ തപ്പിയെടുക്കുക? അടിയിലാണെങ്കിൽ നമ്മൾ എങ്ങനെ തപ്പിയെടുക്കും? ബുദ്ധിമുട്ടല്ലേ? ഒരു കുളം പോലെയാണ് ഒരു കടല് അല്ല. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഈ കടലിന്റെ അടിയിൽ മുങ്ങിപ്പോയ ഷിപ്പ് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ ഈ കടലിന്റെ അടിയിലുള്ള ഇപ്പൊ നിധിയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ പറഞ്ഞ അൾട്രാസോണിക് യൂസ് ചെയ്യാം. നമ്മൾ എങ്ങനെ യൂസ് ചെയ്യാം? ഒരു ഷിപ്പ് ഉണ്ട്, ഇപ്പൊ ഒരു ഷിപ്പ് ഉണ്ട്, ഇതാണ് നമ്മൾ ഷിപ്പ്. ഈ ഷിപ്പ് എന്ത് ചെയ്യും? കടലിന്റെ അടിയിലേക്ക് ഈ പറയുന്ന അൾട്രാസോണിക് വേവ്സിനെ കടത്തിവിടും. അത് ഈ പാറേന്റെ മുകളിലൊക്കെ തട്ടി അത് മേലോട്ട് എന്ത് കൊടുക്കും? സിഗ്നൽ കൊടുക്കും. ഞാനിവിടെ ഒരു പാറ കണ്ടിട്ടുണ്ട്, ആ പാറ ഇന്ന ഷേപ്പിലാണെന്ന് പറഞ്ഞ് സിഗ്നൽ തിരിച്ചു കൊടുക്കും. അപ്പൊ അങ്ങനെ നമുക്ക് കുറെ യൂസസ് ഉണ്ട്. ആർക്ക്? ഈ പറയുന്ന അൾട്രാസോണിക്കിന്. അതിനാണ് എക്സാമ്പിൾ ആണ് സോണാർ. അതെന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന അൾട്രാസോണിക് വേവ്സ് യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ഏതാ? സോണാർ ഉള്ള ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്, അതെന്തായാലും എഴുതണം. നെക്സ്റ്റ് ആണ് ഇൻഡസ്ട്രിയൽ. നമ്മള് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, ചെറിയ നേരിയ മെറ്റലിന്റെ ട്യൂബ്, നമ്മളെ ഈ AC-യുടെ ഒക്കെ ബാക്കിൽ ചെറിയ കോയിൽസ് കണ്ടിട്ടില്ലേ? നിങ്ങൾ അതെങ്ങനെയാ ഇപ്പൊ ക്ലീൻ ചെയ്യുക? നിങ്ങൾ ഈ വിരൽ അതിനുള്ളിൽ പോവോ? ഇല്ല. നമുക്ക് ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ കോയിലാണെങ്കിൽ നമുക്ക് അതിനുള്ള ഈർക്കളൊക്കെ ഇട്ട് കുത്താൻ പറ്റുമോ? ഇല്ല, പൊട്ടിപ്പോവും. അല്ലാണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇങ്ങനത്തെ നേരിയ ട്യൂബിനൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി അൾട്രാസോണിക് വേവ്സ് യൂസ് ചെയ്യാറുണ്ട്. എന്ത് ചെയ്യും? അതിനകത്ത് കൂടെ കടത്തി വിടും. അപ്പൊ ഈ പറയുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് ഡസ്റ്റ് ഒക്കെ ഇങ്ങനെ ഇളകും. പിന്നെ കാറ്റടിച്ചാൽ മതി. അങ്ങനെ ക്ലിയർ ചെയ്യാറുണ്ട് ആരെ? ഈ പറയുന്ന ചെറിയ ഇൻഡസ്ട്രിയൽ കേസസിലൊക്കെ എന്ത്, നമ്മൾ ഇലക്ട്രോണിക്സ് പാർട്സ്, ജുവലറീസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അല്ലാണ്ട് നമുക്ക് എപ്പോഴും ബ്രഷ് ഇട്ട് ഉരച്ച് കഴുകാൻ പറ്റൂല അല്ലേ? നമ്മൾ വിരലിട്ട് ഉരച്ച് കഴുകാൻ പറ്റൂല, പരിമിതികളുണ്ട് നമുക്ക് അല്ലേ? അങ്ങനത്തെ കേസുകളിൽ നമുക്കിത് യൂട്ടിലൈസ് ചെയ്യാവുന്നേ ഉള്ളൂ. നെക്സ്റ്റ്, ഇത് ഈ ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ടൈപ്പ് ചോദ്യമാണ് ഈ ഒരു സെക്ഷനിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. നോക്കിയേ, നമ്മൾ ചോദ്യം നോക്കിക്കോളാം. If an ultrasonic waves emitted by a transmitter installed on a ship on the surface of the water. ഒരു ഷിപ്പ് ഉണ്ട്, ആ ഷിപ്പിന്റെ വില എന്തുണ്ട്? നമ്മളെ ഈ പറഞ്ഞ അൾട്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ട്. അതെന്ത് ചെയ്യാണ്? കടലിന്റെ അടിത്തട്ടിലേക്ക് കടത്തി വിടുകയാണ്. നോക്കിക്കോളാം. സ്ട്രൈക്സ് എ റോക്ക് അറ്റ് ദ ബോട്ടം ഓഫ് ദ സീ ആൻഡ് റിട്ടേൺസ്. ഈ അൾട്രാസോണിക് എന്ത് ചെയ്തു? നേരെ പോയി അടിയിൽ കല്ലുമ്മ തട്ടി തിരിച്ചു വന്നു. അടി പോയി തിരിച്ചു വന്നു. എത്ര സമയം കൊണ്ട് തിരിച്ചു വന്നത്? 0.2 seconds. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ
ഇയാൾ എങ്ങോട്ട് പോയി? അൾട്രാസോണിക് ഷിപ്പ് നിന്ന് അടിയിൽ പോയി പാറയെ തട്ടി തിരിച്ച് മേലോട്ട് ഷിപ്പിലേക്ക് തന്നെ വന്നു. അതിന് എത്ര സമയം എടുത്തു? 0.2 seconds. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഷിപ്പ് ടു ദ റോക്ക്? ചോദ്യം, ഈ റോക്കും ഈ ഷിപ്പും തമ്മിലുള്ള ദൂരം എത്രയാണ്? ആഹാ, നല്ല വെറൈറ്റി ചോദ്യം അല്ലേ. പിന്നെ കൺസിഡർ ദ സ്പീഡ് ഓഫ് ദ അൾട്രാസോണിക് വേവ്സ് ഇൻ ദ സീ വാട്ടർ ആസ് 1522 മീറ്റർ പെർ സെക്കൻഡ്. 1522 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത് നമ്മുടെ വേവിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, കണ്ടുപിടിക്കാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഈ വേവ് ടോട്ടൽ എത്ര ദൂരം സഞ്ചരിച്ചു നോക്കിക്കോളേ. ഷിപ്പിൽ നിന്ന് താഴെ പോയി, താഴെ നിന്ന് മുകളിലോട്ട് വന്നു. അതിനെടുത്ത ടൈം എത്രയാണ്? 0.2 seconds. ശരിക്കും പറഞ്ഞാൽ അടിയിൽ പോയി മേലെ വരെ എടുക്കാൻ എടുത്ത സമയമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമുക്ക് ആകെ വേണ്ടത് അടിയിലേക്കുള്ള ദൂരം മാത്രം മതി, തിരിച്ച് മേലോട്ട് വന്ന ദൂരം നമുക്ക് വേണോ? പക്ഷെ ഇതിന് രണ്ടിനും കൂടി എടുത്ത സമയമാണ് എത്ര? 0.2 seconds. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ശ്രദ്ധിച്ചോളണേ, നമുക്ക് ഇങ്ങനെ പറയാം. നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ്, ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലേ. നമുക്ക് ഇവിടെ ടൈം എത്ര ടൈമാണ് തന്നത്? അടി തൊട്ട് മേലെ വരെ പോകാനുള്ള ടൈമാണ് തന്നത് അല്ലേ. അപ്പൊ വെറും ഒരു ഡിസ്റ്റൻസ് അല്ല, ടോട്ടൽ എത്രയുണ്ട്? ഒരു ഡിയും മേലോട്ടുള്ള ഒരു ഡിയും ടോട്ടൽ എത്ര ഉണ്ട്? 2 times ഡി ഉണ്ട് അല്ലെ. 2 times ഡിസ്റ്റൻസ് ഉണ്ട്. വെലോസിറ്റി ക്വസ്റ്റ്യൻ ഉണ്ട് എത്രയാ? 1522. ടൈം എത്രയാ? 0.2. ഇതാണ് നമ്മളുടെ എന്ത് ടൈം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഡി കണ്ടുപിടിച്ചൂടെ? ഡി എത്രയായിരിക്കും? 1522 ഇൻറ്റു 0.2 ഡിവൈഡഡ് ബൈ 2. ഇങ്ങനെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ഇവിടെ 1 times, ഇവിടെ 10 times. ഇവരെ കട്ട് ചെയ്താൽ നമുക്ക് ഉത്തരം എത്ര കിട്ടും? ഡി ഈസ് ഈക്വൽ ടു 152.2 മീറ്റർ. അപ്പൊ നമ്മൾ ഡിസ്റ്റൻസ് എത്രയാണ്? 152.2 മീറ്റർ ആണ് മുകളിൽ നിന്ന് താഴെ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഞാൻ എന്തുകൊണ്ട് ഇവിടെ 2D ഇട്ടത്? മുകളിൽ തൊട്ട് താഴെ വരെ ഒരു ഡിസ്റ്റൻസ്, താഴെ തൊട്ട് മേലെ വരെ രണ്ടാം ഡിസ്റ്റൻസ്. അതിന് മൊത്തമായിട്ട് എടുത്ത ടൈമാണ് എത്ര? 0.2. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എന്തെടുത്തത്? 2D എടുത്തത്. മനസ്സിലാവുന്നുണ്ടോ? വെലോസിറ്റി ക്വസ്റ്റ്യനിൽ തന്നത് അതുപോലെ തന്നെ കൊടുത്തു, ടൈമും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ക്ലിയർ ആണല്ലോ? അങ്ങനെ സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ ഡിസ്റ്റൻസ് കിട്ടും. ആ യൂണിറ്റും കൂടി എഴുതിയാൽ ഇത് എന്താവുള്ളൂ? പെർഫെക്റ്റ് ആവുള്ളൂ. ഓക്കെ, ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക്, നമ്മുടെ ഡിസ്ട്രക്റ്റീവ് വേവ്സ്. നമ്മളെ റിയൽ ലൈഫിലൊക്കെ കണ്ടുവരുന്ന നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയ ആരാണ്? ഈ പറയുന്ന വേവ്സ് ആണ്, സൈസ്മിക് വേവ്സ്. സൈസ്മിക് വേവ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കേട്ട് പരിചയമില്ലെങ്കിലും അനുഭവിച്ചു, അതുപോലെ തന്നെ നിങ്ങൾ ടി വിയിൽ കണ്ട് നല്ല പരിചയം ഉണ്ടാവും. ഭൂമികുലുക്കം ഉണ്ടാക്കുന്ന ആള്, അതാണ് ആര്? സൈസ്മിക് വേവ്സ് എന്ന് പറയുന്നത്. ഭൂമികുലുക്കം നിങ്ങൾ ആലോചിക്കണം. ഭൂമി കുലുക്കുക എന്ന് പറഞ്ഞാൽ ഭൂമിയിനുള്ളിൽ കൂടെ ആര് കയറി വരുന്നുണ്ട്? ഈ പറയുന്ന വൈബ്രേഷൻ കയറി വരുന്നുണ്ട് അല്ലെ. അതൊരു വേവ് അല്ലേ. ആ വേവ് നിങ്ങളുടെ അടുത്ത് വരെ എത്തുന്നുണ്ടല്ലേ. ആ വേവ് ആണ് ആര്? ഈ പറയുന്ന സൈസ്മിക് വേവ്സ്. ഇയാൾ കാരണം തന്നെയാണ് ആരുണ്ടാവുന്നത്? ഈ പറയുന്ന സുനാമി ഉണ്ടാവുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മള് ഒരു പാത്രത്തിന്റെ അകത്ത് വെള്ളം നിറച്ചു വെച്ചു, എന്നിട്ട് ആ വെള്ളം ഈ പാത്രം നമ്മൾ എന്ത് ചെയ്തു? കടന്ന് വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചു. പാത്രം വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളം എന്ത് ചെയ്യും? ചാടി പുറത്തോട്ട് വരും അല്ലേ. ഇതാണ് സുനാമിയും. അതേപോലെ സുനാമി എന്താ സംഭവിക്കുന്നത്? നമ്മളെ ഈ കടലിന്റെ അടിത്തട്ടിലോ അല്ലെങ്കിൽ അതിന്റെ കടലിനോട് ചേർന്നുള്ള ഈ സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്യുക? വല്ല എർത്ത് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ വൈബ്രേഷൻ കാരണം വെള്ളം എല്ലാം കൂടി എന്ത് ചെയ്യും? ചാടി പുറത്തോട്ട് വരും. അങ്ങനെ വരാൻ എന്ത് സംഭവിക്കും? നമുക്ക് ഈ പറയുന്ന വലിയ സുനാമി അടിക്കും. പക്ഷേ ഈ എർത്ത് എന്താണ്? ഈ പറയുന്ന സെയ്സ്മിക് വേവ്സ് കാരണം ഇങ്ങനെ വരുന്ന സാധനമാണ് ആര്? എർത്ത് എന്ന് പറയുന്നത്. അപ്പൊ എർത്ത് ഉണ്ടാക്കുന്ന വേവ് ആരാണ്? സൈസ്മിക് വേവ്സ്. ഓക്കെ, പിന്നെ സുനാമി എന്താണ്? ഇതേപോലെ വലിയൊരു വോളിയം ഓഫ് വാട്ടർ ചാടിക്കയറി വരുന്ന പരിപാടിയാണ് എന്ത്? സുനാമി. നിങ്ങൾ അനുഭവിച്ച് നല്ല പരിചയം ഉണ്ടാവും അല്ലേ. അനുഭവിച്ചല്ല, കണ്ടു പരിചയം ഉണ്ടാവും. നമ്മളിപ്പോ ജപ്പാനിലെ കാണല്ലേ, ജപ്പാനിലും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലൊക്കെ ഇതിപ്പോ ഈ ഭൂമികുലുക്കവും സുനാമിയൊക്കെ അവിടെ ഭയങ്കര കോമൺ ആണ്. നമ്മളവിടെ ഇന്ത്യയിൽ അത്ര വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കാത്തത്. ഓക്കെ, അപ്പൊ അതിന് എന്തൊക്കെയാ സേഫ്റ്റി മെഷേഴ്സാണ് നമ്മൾ ചെയ്യേണ്ടത്? സ്വാഭാവികം അറിയാം. ഭൂമികുലുക്കം ഉണ്ടാകുമ്പോൾ ഒരു ബിൽഡിങ്ങിനകത്ത് പോയിട്ട് ഇങ്ങനെ കടന്നുറങ്ങാൻ പറ്റുമോ? ഇല്ല. ആ ബിൽഡിംഗ് ആയിട്ട് പൊളിഞ്ഞ് നമ്മൾ തലയിൽ വീണാലോ. അപ്പൊ ഒരു ബിൽഡിങ്ങിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇവാക്വേറ്റ് ചെയ്യണം. കാരണം ബിൽഡിംഗ് പൊളിഞ്ഞ് തലയിൽ വീഴരുത്. പിന്നെ എന്ത് ചെയ്യണം? ഇതേപോലെ നമ്മൾ നല്ലൊരു എന്തെങ്കിലും പറയാ സ്ഥലം കണ്ടുപിടിക്കുക, അതുപോലെ ഷെൽട്ടർ കണ്ടുപിടിക്കുക, മറ്റുള്ളവരെ ബോധവൽക്കരിക്കുക. അതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇതിൽ ചെയ്യേണ്ടത്.
നെക്സ്റ്റ് റിക്ടർ സ്കെയിൽ എന്താണ്? ഈ പറയുന്ന ഭൂമികുലുക്കത്തിന്റെ എന്താണ് ആ ഇന്റൻസിറ്റി മെഷർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു എന്തെങ്കിലും പറയാ ഒരു മീറ്റർ ഉണ്ടാവും ഇങ്ങനെ ECG പോലെ ഇങ്ങനെ പോകുന്നത്. ആ ഭൂമികുലുക്ക സമയത്ത് ഇങ്ങനെ അതിൽ കാണാം, TV-കളൊക്കെ കാണാം, ഇത്ര റിക്ടർ സ്കെയിലുള്ള ഭൂമികുലുക്കാണ് ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞു. ജപ്പാനിൽ ഭൂമികുലുക്കം ഉണ്ടായ എപ്പോഴും TV-യിൽ ഉണ്ടാവാറുണ്ട് ആ വാക്ക്. അപ്പൊ ആ ഒരു സാധനമാണ് എന്ത് റിക്ടർ സ്കെയിൽ എന്ന് പറയുന്നത്. ഈ പറയുന്ന സൈസ്മിക് വേവ്സിന്റെ ഇന്റൻസിറ്റി നമുക്ക് മെഷർ ചെയ്തിരുന്ന ആളാണ് ആര്? ഈ പറയുന്ന റിക്ടർ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ചാപ്റ്ററിലെ കംപ്ലീറ്റ് ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ചാപ്റ്റർ എടുത്തതിൽ നിങ്ങൾക്കിപ്പോൾ നമ്മളെ തേർഡ് വീഡിയോ ആണ്. അപ്പോൾ ഈ ചാപ്റ്റർ എടുത്തതിൽ എന്തൊക്കെ ഡൗട്ട് ഉണ്ടോ അത് നിങ്ങൾ എന്ത് ചെയ്യണം, എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുകൂടാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാപ്റ്റർ ഇപ്പോൾ ഈ 3 വീഡിയോസിന്റെയും പാർട്ടുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലതുപോലെ റിവൈസ് ചെയ്യുക, ടെക്സ്റ്റ് വെച്ച് നല്ലതുപോലെ പഠിക്കുക. അപ്പം ഈ ചാപ്റ്റർ എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്